സംസ്ഥാനത്ത് മഴക്കെടുതി തുടരുന്നു. മരം വീണ് വിവിധയിടങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മഴക്കെടുതിയിൽ ഇതുവരെ 86.67 കോടിയുടെ നാശനഷ്ടമാണ് KSEBിക്ക് ഉണ്ടായത്. നാളെ എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. എറണാകുളം ജില്ലയിൽ പിറവത്തും കാക്കനാടുമാണ് ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമുണ്ടായത്. പിറവത്ത് നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും വാഹനങ്ങൾക്ക് മുകളിൽ മരം വീഴുകയും ചെയ്തു. കാക്കനാട് ഇടച്ചിറയിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ വീണു. പത്തനംതിട്ട തിരുവല്ലയിൽ തോട്ടിൽ വീണ് 49കാരൻ മരിച്ചു. തിരുവല്ല സ്വദേശി TG ഇടിക്കുളയാണ് മരിച്ചത്. മീൻ പിടിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ശക്തമായ മഴയിൽ ഒറ്റപ്പാലം മനുശ്ശേരിയിൽ വീടിന്റെ ചുമർ ഇടിഞ്ഞു വീണു. വീടിനരികെ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ തകർന്നു. കോഴിക്കോട് വടകര പേരാമ്പ്ര സംസ്ഥാന പാതയിൽ തോടന്നൂരിൽ മരം റോഡിലേക്ക് കടപുഴകി വീണു. മണ്ണാർക്കാട് അലനല്ലൂർ മുള്ളത്ത് തെരുവിൽ ശാന്തിയുടെ വീട്ടുമുറ്റത്തെ കിണറിടിഞ്ഞു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി ചീയപ്പാറയ്ക്ക് സമീപം വൻമരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ രാത്രികാല ഗതാഗത നിരോധനം മെയ് 30 വരെ നീട്ടി. ശക്തമായ കാറ്റിനെ തുടർന്ന് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് ജൂൺ 1 വരെ നീട്ടി. ട്രോളിംഗ് നിരോധനം ജൂൺ 9 തീയതി ആരംഭിക്കും. 52 ദിവസമാകും ട്രോളിംഗ് നിരോധനം ഇത്തവണയുണ്ടാവുക. ബംഗാൾ ഉൾക്കടലിന് മുകളിലുള്ള ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ കനക്കും. അതിനായി ജാഗ്രത അനിവാര്യമാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 തിരുവനന്തപുരം.